മക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ നൈറ്റ് ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് ബില്ല് കൊണ്ടുത്തരുന്ന പറഞ്ഞത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി അടുപ്പിച്ചായി കിട്ടോ. അപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ അയാൾ ഒരു 11 മണീൻ്റെ ഉള്ളിൽ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞത്. ചായ കൊണ്ട് കിട്ടോ. ഇവിടെ കുപ്പി ക്ലാസ്സിലാട്ടോ ചായ. സമയം ഏകദേശം ഒരു 11:30 ആയിക്കേ. ഞങ്ങൾ എന്തായാലും വന്നിട്ടൊരു കുളിയായിട്ട് കുളിക്കാൻ തീരുമാനിച്ചു. രാവിലെ ആണെങ്കിൽ ഈ കുളിയൊന്നും നടക്കൂലായിരുന്നു. ഇല്ല ചാരോ, എന്തായാലും ഇപ്പൊ കുളിക്കുക, അല്ലാണ്ട് ഇപ്പൊ വേറെ നിവൃത്തിയൊന്നുമില്ല. സമയം എത്രയായല്ലോ. അതെ, ഇവരെന്തെന്നാ കളിക്കുന്നതെന്ന് അറിയില്ല. എത്ര നേരമായോ, 1:30 എന്നിട്ട് അമ്മമാർക്ക് ബില്ല് തരാനുള്ളൊരു ബോധമില്ല. ഞാനും എന്താ അവസ്ഥ? അഡ്വാൻസ് കിട്ടിയില്ല. അതോ അവൻ്റെ ഒരു ചായ പിടിച്ചേരാർന്നിക്കല്ലേ? ദാരിദ്ര്യം പറഞ്ഞ പോലെ ചായ അതോ, ഓക്കെ, ചായ പിടിച്ചു തരാം. പോയ ചായ കുടിക്കാം. മിക്കവാറും പൈസ നമ്മൾ തന്നെ കൊടുക്കണ്ടേ വേറെ കാര്യം. എൻ്റെ അടുത്തുള്ള ഒരു സാധനത്തിന് വലിപ്പം കണ്ടോ? പശുവല്ല, കാള. ഇമ്മാതിരി വലിപ്പം നോക്കി, ഇമ്മാതിരി വലിപ്പം അറിയത്. നാട്ടിലെൻ്റെ വില എത്ര അറിയോ? ഒരു 2 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് വില ഉണ്ടാവും എനിക്ക്. എൻ്റെ വില ഈ അറിയില്ല. ഇവിടെ ഇങ്ങനെ തിരിഞ്ഞടിച്ച് നടന്നോ. നടപടി ആയിക്കില്ല കേട്ടോ. സമയം 2 മണിയാവുന്നു, 1:30 കഴിഞ്ഞിട്ടോ. ഇങ്ങനെ കിടക്കാം. ഇത് ഇവിടുത്തെ ഓഫീസാണ്. സമയം ഏകദേശം ഒരു 3 മണിയാവാനായില്ലേ. ഞങ്ങൾ ഫുഡ് റൊട്ടിയോ? റൊട്ടി കഴിക്കരുത്. അങ്ങനത്തെ വായിക്ക് റൊട്ടി എന്തെങ്കിലും കഴിച്ചാലേ. ഇന്ന് സെയിം കടയിലാട്ടോ വന്നേക്കുന്നത് കേട്ടോ. ഈ കാണുന്ന സാധനങ്ങളൊക്കെ കിട്ടേ. ഇത് വായിക്കാൻ അറിയുന്നത് വായിച്ചോളിയാ. സബ് കുച്ച് മിൽത്താ ഹൈ ഇധർ. രാത്രി കണ്ടില്ലേ ഓപ്പറേട്ടോ? അടിപൊളിയാളാ മൂപ്പര കട കേട്ടോ. ഇത് ഇവിടെ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ എന്താണ് സ്ഥലത്തിന് ജഗ നാം ക്യാ? ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാല് മോർബിയിലേ രാംദേവ് അവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാം. ഒരു സാധനം വന്നിട്ടോ. ഇന്ന് രാത്രി കഴിച്ച സെയിം സാധനം കേട്ടോ. ഇതാകുമ്പോ നേശം പറലല്ലെന്ന് അറിയും. അതെ, ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട. क्या भैया? പനീർ കഴിച്ചിട്ടില്ല. പനീര് നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇത് പനീർ ആണോ? അല്ല ഇപ്പൊ അവിടെ നാട്ടിൽ നിന്ന് കഴിച്ചിക്ക് ഇവിടെ കഴിച്ചിട്ടില്ല. കഴിക്കണ്ട കേട്ടോ നിങ്ങള്. നമ്മൾ ഇതാക്കണേ. പിന്നെ ബില്ലൊക്കെ കിട്ടി, വണ്ടി എടുത്ത് ഇനിയിപ്പോൾ എണ്ണ അടിക്കാൻ പോവാണ്. HP പമ്പിലേക്ക് എണ്ണ അടിക്കാൻ കയറാണ്. HP അല്ല, ഭാരത് പെട്രോളിയം. അങ്ങനെ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വിടാം. ഓക്കെ, രാവിലെ എന്തെങ്കിലും പറയണ്ടോ? വളാഞ്ചേരി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട്. ഓഫാക്കണ്ട, പോട്ടെ, കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. മതിയാവും. തുടങ്ങി നമ്മൾ വണ്ടിയിൽ. എത്രയൊക്കെ അടിക്കുന്ന അറിയോ? 15,000. ഇവിടുത്തെ റേറ്റ് ഉണ്ടോ? 90.51 കേട്ടോ. ഇപ്പോൾ 15,000 165.73 ലിറ്റർ അടിച്ചു. ഇതാണെങ്കിൽ വലിയ കട്ടിന് മാറി വലിയൊരു ടാങ്ക്. നോക്കിയാൽ നീളം കണ്ടോ? തീർത്താ തീരാത്തൊരു ടാങ്കും കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിട്ടേ. ഇതെന്താ DJ? കല്യാണം അതെ, അടിച്ചു വേറൊന്നല്ല കേട്ടോ.
മസാലകളാ. മസാലകള് വിമല് അല്ലാണ്ട് മറ്റേ കറി മസാല അല്ല. കറി മസാല അല്ല കേട്ടോ. അതൊക്കെ എന്താണോ ഇതൊക്കെ നോക്കിയാ നമ്മളെ നാട്ടില് മറ്റേ ഇഞ്ചി പൊടി ഇട്ട് പുളിഞ്ചി ആ സാറന്മാരിക്കട്ടോ. എന്താ അറിയോ മറ്റേ സാറാ അത് ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പ്. ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാ. എൻ്റെ അവിടെ ഇട്ടൊക്കെ സംഭവം ഇവിടെ ഭയങ്കര പൈസയാണ്. ഭയങ്കര പൈസ അല്ലേ ഇവിടെ? പോവാ എന്നാ വീട്ടല്ലേ? വേറെ കട വെക്കാം. കുട്ടിക്ക് ഷാനുവിന്റെ കുട്ടിക്ക് ചെറിയ കളിപ്പാട്ടൊക്കെ പഠിക്കാനുള്ള പരിപാടി ചെയ്യുന്നു. വണ്ടിയിലേക്ക് സ്പീക്കർ മേടിച്ചാണ്. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല വർക്കിംഗ് അല്ല കേട്ടോ. നല്ല സ്പീക്കറാണ്. ചെറിയ ബ്ലോക്ക് കണ്ടിട്ട് ഞങ്ങൾ നല്ല സൈഡാക്കിയതാണ്. വണ്ടി 2 സ്പീക്കർ കയറ്റിയത്. വണ്ടിയിലാണെങ്കിൽ ഒരു പാട്ടൊന്നുമില്ല. പാട്ട് സ്പീക്കർ ഉണ്ട്, പക്ഷെ ഒരു ഗുമ്മില്ലാത്ത സ്പീക്കറാണ്. അപ്പോൾ ഞങ്ങൾ സ്പീക്കറൊന്ന് മാറ്റിയതാണ്. നമ്മളെ കടേൻ്റെ ആളിട്ടോ. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളെ പേരും പറഞ്ഞ് വന്നാൽ മതിയേ, അത് ചെയ്തു തരും. അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുടെ സ്പീക്കറും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഏകദേശം കേട്ട് നോക്കിയാണ്. വണ്ടിയിൽ സ്പീക്കർ ഇച്ചിരി മോശം കമ്പനി സ്പീക്കറാണ്. തൽക്കാലം ഒരു 2 സ്പീക്കർ കയറ്റിയതാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ സ്പീക്കറൊക്കെ കയറ്റിട്ടോ. വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ് അല്ലേ ചാലോ? സൗണ്ട് വെക്കണോ? അവിടെ ഒന്നും ഇതിന്റെ അടിയിലൊന്നും ഉണ്ടായിരുന്നു സ്പീക്കർ. ഞങ്ങള് റണ്ണിങ്ങിലാട്ടോ. 10,000-2000 കിലോമീറ്റർ ഓടി എത്താണ്ട്. അപ്പോൾ ഇനി ഒരേ യാത്ര കഴിക്കും. ഇനിയിപ്പോൾ ഞങ്ങള് ഇനി നിൽക്കുന്നില്ല. ഞങ്ങളിങ്ങനെ വണ്ടി ഇങ്ങനെ റണ്ണായിക്കൊണ്ടൊക്കെ. ഇപ്പൊ ഷാനോ വണ്ടി എടുക്കുന്നത്. ഷാനുവിന് ഉറക്കാം. ഓക്കെ, അപ്പൊ ഷാനുവിന് ടാർഗറ്റ് ഷാനുവിനെ പറഞ്ഞേക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങള് വണ്ടിയിൽ നേരത്തെ ഒരു എണ്ണ അടിച്ചിക്കല്ലോ, ഒരു 16 രൂപയ്ക്ക് എണ്ണ അടിച്ചിക്കല്ലോ. അതെ, അപ്പൊ ഞങ്ങള് യാത്ര തുടരുകയാണ് ഇനി അല്ലേ? ഇനിയിപ്പോ നാളെ കാണാം എല്ലാവർക്കും. ഇപ്പൊ ഗുഡ് നൈറ്റ്.